രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആൻ അംബ്രല്ല ഫോർ ഓൾ യൂണിറ്റ് 1 ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചറിൽ നമുക്ക് കുറേ ജീവികളെ കാണാൻ കഴിയും അല്ലേ. ഫ്രോഗ് ഉണ്ട്. ഫ്രോഗ് എന്തിലായിരിക്കുന്നത്? മഷ്റൂമിൻ്റെ മുകളിലാണ് അല്ലേ. മഷ്റൂമിൻ്റെ കളർ എന്താണ്? റെഡാണ്. റെഡിൽ യെല്ലോ സ്പോട്ട് ഉണ്ട്. പിന്നെ എന്താണ് കാണുന്നത്? ബട്ടർഫ്ലൈ ഉണ്ട്, പൂമ്പാറ്റയുണ്ട്, റാറ്റ് ഉണ്ട് അല്ലേ, എലിയുണ്ട്, ഒരു ബേർഡ് ഉണ്ട്, കിളിയുണ്ട്, പിന്നെന്താണ് ഒരു ആൻഡ് ഉണ്ട് അല്ലേ, ഉറുമ്പുണ്ട്, പിന്നെ ഒരു റാബിറ്റ് ഉണ്ട്, മുയലുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എഴുതിയെടുക്കുക. റാബിറ്റ്, ആൻഡ്, ബേർഡ്, റാറ്റ്, ബട്ടർഫ്ലൈ, ഫ്രോഗ് അല്ലേ. ഇത്രയുമാണ് കാണുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ലെറ്റ്സ് റീഡ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എ സ്മോൾ ആൻഡ്, സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. ആൻഡ് ഉറുമ്പ്. എന്താണ്? എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. ഒരു ചെറിയ ഉറുമ്പ് ഭക്ഷണം തിരയുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്, വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ. ഞാനെല്ലാം നനയും. എവിടെയാണ് ഞാനൊരു തണൽ അല്ലേ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ തണൽ കണ്ടെത്തുക. ഉറുമ്പ് ചിന്തിക്കുകയാണ്. ദാറ്റ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആൻഡ് ചുറ്റുപാടും നോക്കി. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. എവിടെയായിരിക്കും ആൻഡിന് ഷെൽട്ടർ കിട്ടിയിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം എവിടെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് കേട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. നിങ്ങൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്തേ പറയുന്നത്? ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ദ ജെൻറ്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ജെൻറ്റിൽ റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ മഴ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ അല്ലേ, വലിയ മഴയായിട്ട് മാറി അല്ലേ. ചെറുതായിട്ട് ആദ്യം പെയ്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് ഹെവി റെയിനായി മാറി. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ആൻഡ് പെട്ടെന്ന് വാക്ക്ഡ് ഫാസ്റ്റ്, സ്പീഡിൽ നടന്നു. ഫാർ അവേ, ദൂരേക്ക്. ഹീ സോ സംതിങ്. ദൂരെ അവന് എന്തോ ഒന്ന് കണ്ടു അല്ലേ. ഹീ സോ സംതിങ്, എന്തോ ഒന്ന് കണ്ടു. വാട്ട് ഡിഡ് ദ ആൻഡ് സീ. എന്തായിരിക്കും ആൻഡ് കണ്ടിട്ടുണ്ടായിരിക്കുക? ചിത്രം നോക്കിയേ നിങ്ങൾ. ദ ആൻഡ് സോ എ ടൈനി മഷ്റൂം അല്ലേ. ടൈനി, ഒരു ചെറിയ മഷ്റൂം അവന് കണ്ടു. ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. അവൻ ആ മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. എന്ത് കളറായിരുന്നു? ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. ചുവന്ന കളർത്തിലായിരുന്നു ആ മഷ്റൂം. ദർ വർ യെല്ലോ സ്പോട്ട് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിൽ യെല്ലോ നിറത്തിലുള്ള സ്പോട്ട് ഉണ്ട്, ഡോട്ടുകളുണ്ട് അല്ലേ. ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാൻ ഇതിനൊരു കുടയാക്കും. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. എന്നിട്ട് ആൻഡ് അതിൻ്റെ താഴെ ഇരുന്നു. ആ മഷ്റൂമിൻ്റെ താഴെ കുടയാക്കിക്കൊണ്ടിരുന്നു. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? എന്തുകൊണ്ടാണ് മഷ്റൂം ആൻഡിന് അംബ്രല്ലയായി മാറിയത്? ബിക്കോസ് ദ മഷ്റൂം ഈസ് ബിഗർ ദാൻ ആൻഡ്. മഷ്റൂം ആൻഡിനേക്കാളും വലുതായിരുന്നു അല്ലേ. ബിക്കോസ് ദ മഷ്റൂം ഈസ് ബിഗർ ദാൻ ആൻഡ് അല്ലേ. നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. മഴ ശക്തമായിട്ട് താഴേക്ക് വന്നു അല്ലേ. ദ ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം ലുക്കിംഗ് അറ്റ് ദ റെയിൻ. മഴ കൊണ്ടുകൊണ്ട് ആൻഡ് അതിൻ്റെ താഴെ അങ്ങനെ ഇരിക്കുകയാണ്, മഷ്റൂമിൻ്റെ താഴെ ഇരിക്കുകയാണ്. ഹീ സോ എ ബട്ടർഫ്ലൈ. അവനൊരു പൂമ്പാറ്റയെ കണ്ടു. ഹെർ വിങ്സ് വേർ വെറ്റ്. അവളുടെ എന്താണ് ഇതൾ അല്ലേ, വിങ്സ് ആകെ നനഞ്ഞിരുന്നു. ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. ബട്ടർഫ്ലൈ ആ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. വിൽ ദ ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് നോക്കാം പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന്. ലെറ്റ്സ് റൈറ്റ്. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ഒരു ബട്ടർഫ്ലൈ പതുക്കെ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഐ ആം സോ വെറ്റ്. ഞാൻ വല്ലാണ്ട് നനഞ്ഞിട്ടുണ്ട്. ഐ കാൺ ഫ്ലൈ. എനിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. എന്നെയും കൂടെ അകത്തേക്ക് കയറ്റൂ എന്ന് ചോദിക്കുകയാണ്. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ. ഞാൻ എങ്ങനെ നിന്നെ അകത്തേക്ക് കയറ്റും? ദർ ഇസ് നോ സ്പേസ് ഫോർ യു. നിനക്ക് ഇതിൽ തീരെ സ്ഥലമില്ല. സെഡ് ദ ആൻഡ് ഉറുമ്പ് പറഞ്ഞു. പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു. ഞാൻ നിന്നോട് ചേർന്നിരുന്നോളാം. ദ ബട്ടർഫ്ലൈ സൈഡ്. ബട്ടർഫ്ലൈ പറഞ്ഞു. ഓക്കെ. ദ ആൻഡ് അഗ്രീഡ്. അങ്ങനെ ശരി, ആൻഡ് സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ ബട്ടർഫ്ലൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ബട്ടർഫ്ലൈ അതിൻ്റെ താഴെ ഇരുന്നിട്ടുണ്ടായിരിക്കുമെന്ന്? അതിനവിടെ സ്ഥലം ഉണ്ടായിരിക്കുമോ 2 പേർക്കും ഇരിക്കാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആക്ച്വലി എന്താണ്, ബട്ടർഫ്ലൈക്ക്
അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ കഴിയുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? കഴിയുമായിരിക്കും അല്ലേ? ബട്ടർഫ്ലൈ ചെറിയ ജീവിയല്ലേ, അപ്പം അതിന് 2 പേർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് കേട്ടോ. The ant moved over the made space for the butterfly. അങ്ങനെ എന്ത് ചെയ്തു? അതിൽ നീങ്ങിയിരുന്നിട്ട് ബട്ടർഫ്ലൈക്ക് വേണ്ട സ്ഥലം ആൻഡ് ഉണ്ടാക്കി കൊടുത്തു. They watched the rain. അവർ 2 പേരും കൂടെ റെയിൻ നോക്കി നിൽക്കുകയാണ്. Suddenly somebody ran in. പെട്ടെന്നാണ് ഒരാൾ അങ്ങോട്ട് ഓടി വന്നത്. Who will be that? ആരായിരിക്കും അത്? Squawk, squawk, squawk. A mouse came there running. ഒരു മൗസ് അല്ലേ, ഒരു എലി ഓടിങ്ങാണ്ട് വരികയാണ്. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ. എന്നെയും കൂടെ അകത്തേക്ക് അയറ്റാനല്ലേ? ഐ എം വെറ്റ് ഓൾ ഓവർ. ഞാൻ മുഴുവൻ നനഞ്ഞു. ഹൗ ക്യാൻ ബി ലെറ്റ് യു ഇൻ? നിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക? ദർ ഈസ് നോ റൂം ഹിയർ. ഇതിൻ്റെ ഉള്ളിൽ റൂമൊന്നും ഇല്ല. ദ ബട്ടർഫ്ലൈ സെയ്ഡ്. ബട്ടർഫ്ലൈ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്. എനിക്ക് കുറച്ച് സ്ഥലം തരൂ. ദ മൗസ് ക്രൈഡ്. എലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. ആൻഡും ബട്ടർഫ്ലൈയും ക്ലോസ് ആയിട്ടിരുന്നു. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അങ്ങനെ എന്ത് ചെയ്തു? മൗസ് റാറ്റും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ നിന്നിട്ടുണ്ടായിരിക്കുമോ? ക്യാൻ ദേ ഗോ ഹോം? അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ? റാറ്റിനെയും ആൻറ്റിനെയും ബട്ടർഫ്ലൈനെയൊക്കെ കാണുന്നുണ്ട്. റാറ്റ് ഇങ്ങനെ അവരോട് ചോദിക്കുന്നതും കാണുന്നുണ്ട്. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ. റെയിൻ ഇങ്ങനെ കൂടി വരികയാണ്, ഹാർഡറായി വരികയാണ്. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം, എ ലിറ്റിൽ സ്പാരോ വാക്ക്ഡ് ടുവേർഡ്സ് ദ മഷ്റൂം ക്രൈയിങ്. ഒരു സ്പാരോ അല്ലെ, ഒരു കുരുവി ബേർഡ് കരഞ്ഞു വരികയാണ് അല്ലേ മഷ്റൂമിൻ്റെ അടുത്തേക്ക്. ഷീ കുഡ് നോട്ട് ഫ്ലൈ. അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. റെയിൻ ഡ്രോപ്സ് ആർ ഡ്രിപ്പിംഗ് ഫ്രം ഹെർ വിങ്സ് അല്ലേ? റെയിൻ മഴത്തുള്ളികളൊക്കെ അവളുടെ ഇലയിലങ്ങനെ വന്ന് തള്ളി നിൽക്കുകയാണ്. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? അവർ സ്പാരോയെ ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ടായിരിക്കുമോ? ലെറ്റ്സ് റീഡ്. എ ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ്പ് ടു ദ മഷ്റൂം. ലിറ്റിൽ സ്പാരോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഐ ആം സോ ടയേർഡ്. ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ? ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ. ഇവിടെ സ്ഥലം, റൂമൊന്നുമില്ല. ദ മൗസ് സെഡ്. എലി പറഞ്ഞു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. കുറച്ച് നിങ്ങളൊന്ന് നീങ്ങി തരുമോ? ദ സ്പാരോ പ്ലെഡഡ് അല്ലേ? പ്ലെഡ് എന്ന് അപേക്ഷിച്ചു കൊണ്ട് പറഞ്ഞു. ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് എനഫ് ഫോർ ദ സ്പാരോ ടു. അല്ല, അങ്ങനെ അവർ നീങ്ങിയിട്ട് സ്പാരോക്ക് വേണ്ട കുറച്ച് സ്ഥലം ഉണ്ടാക്കി. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? The ant, the butterfly, the mouse and the sparrow sat under the mushroom. ആരൊക്കെയാണുള്ളത് അണ്ടർ ദ മഷ്റൂമിൽ? ബട്ടർഫ്ലൈ ഉണ്ട്, മൗസ് ഉണ്ട്, സ്പാരോ ഉണ്ട് അല്ലേ? സഡൻലി ദേ ഹിയർഡ് എ ലൗഡ് ക്രൈ. പെട്ടെന്നാണ് ഉച്ചത്തിലുള്ള കരച്ചിൽ അവർ കേട്ടത്. ദേ സോ എ റാബിറ്റ് റഷിംഗ് ടുവേർഡ്സ് ദം. അവർ കണ്ടു റാബിറ്റ് പെട്ടെന്ന് ഓടി വരുന്നത് അവരുടെ അടുത്തേക്ക്. ഹിസ് ഐസ് വർ ഫിൽഡ് വിത്ത് ഫിയർ. അവൻ്റെ കണ്ണിൽ നിറയെ പേടി കൊണ്ട് കണ്ണുനീര് നിറഞ്ഞിട്ടുണ്ട്. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ച്ഡ് ടു മഡ്. അവൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള തോലൊക്കെ ചളിയിൽ കുളിച്ചിട്ടുണ്ട്. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? റാബിറ്റ് എന്തിനായിരിക്കും കരഞ്ഞിട്ടുണ്ടായിരിക്കുക? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. അപ്പോഴാണ് ഒരു കുറുക്കൻ മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഹാവ് യു സീൻ എ റാബിറ്റ്? നിങ്ങൾ ഒരു മുയലിനെ കണ്ടോ? റാബിറ്റിനെ കണ്ടോ? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. അത് ചോദിച്ച് ഫോക്സ് എന്താണ് ചുറ്റും നോക്കി. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. അവിടേക്കൊരു ഫോക്സ് ഓടിക്കൊണ്ട് വന്നു. ഹി റൈസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവൻ്റെ ഷാർപ്പ് ഇയേഴ്സ് കൊണ്ട് അവൻ ചുറ്റും നോക്കി. ദർ ഈസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. ഇവിടെ മൊത്തം ഒരു റാബിറ്റിൻ്റെ മണമുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. യോ സില്ലി ഫോക്സ്. സില്ലിയായ ഫോക്സ് അല്ലേ? ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം?
എങ്ങനെയാണ് ഒരു മുയലിന് മഷ്റൂമിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുക? ആസ്ക് ദ മൗസ്. റാറ്റ് ഫോക്സിനോട് ചോദിക്കുകയാണ് അല്ലേ, മൗസ് ചോദിക്കുകയാണ്. ദർ ഈസ് നോ സ്പേസ് ഹിയർ. ഇവിടെ ഒരു സ്ഥലമില്ല. കാൻ യു സീ? നീ കാണുന്നില്ലേ? നിനക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ആസ്ക്ഡ് ദ ആൻഡ്. ഉറുമ്പ് ചോദിച്ചു. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അല്ലേ, അവന് മൂക്ക് കൊണ്ട് ഫോക്സ് എന്ത് ചെയ്തു? ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ് അല്ലേ, ഫ്ലിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ് അല്ലേ. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഓടിപ്പോയി. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? അത് ഫോക്സ് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? വിൽ ഹി കം ബാക്ക്? അവൻ തിരിച്ചു വരുമോ? ദ റെയിൻ വാസ് ഓവർ. അങ്ങനെ മഴ കഴിഞ്ഞു, മഴ നിന്നു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് അല്ലേ, മേഘത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളിൽ നിന്നും അകത്തു നിന്നും മറഞ്ഞു നിന്നിരുന്ന സൂര്യൻ പുറത്തേക്ക് വന്നു. ലുക്ക്ഡ് അല്ലേ. എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. അങ്ങനെ എല്ലാവരും മഷ്റൂമിൻ്റെ അടുത്ത് നിന്നും ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു സന്തോഷത്തോടെ. ദേ ബിക്കം ഫ്രണ്ട്സ്. അങ്ങനെ അവരെന്ത് ചെയ്തു? കൂട്ടുകാരായി. വാട്ട് വിൽ ദേ ഡു നൗ? പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം. ദ ആൻറ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. എന്താണ്? ഉറുമ്പ് അവൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നോക്കി. അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ്. ആദ്യം എനിക്ക് മാത്രമേ അതിൽ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് us കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. പിന്നീട് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു. ഹൗ ക്യാൻ ദിസ് പോസിബിൾ? എങ്ങനെ അതിന് സാധിക്കും? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ആൻഡ് എന്താണ് ഒരു കൺഫ്യൂസ്ഡായി. സംബഡി ലോഫ്ഡ്. എല്ലാവരും ചിലരൊക്കെ ചിരിച്ചു. ലൗഡ്ലി ബിഹൈൻഡ് ദം. ഉച്ചത്തിൽ അല്ലേ, കൂട്ടച്ചിരിയായി അവിടെ. Then what happened next? They saw a fat green frog. അവരെന്ത് കണ്ടു? ആരെ കണ്ടു? പച്ച നിറത്തിലുള്ള തവളയെ കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. അതെന്താണ്? മഷ്റൂമിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. laughed the frog. ആ തവള ചിരിക്കുകയാണ്. ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. എന്താണ്? ഹിസ് ഹെഡ്, അവൻ്റെ തല ആട്ടിക്കൊണ്ട്. ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻ ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ മഴ പെയ്തപ്പോൾ മഷ്റൂമിന് എന്താ സംഭവിച്ചതെന്ന്? ആൻഡ് ഹി ഹോപ്ഡ് അവേ സ്റ്റിൽ ലോഫിങ് അല്ലേ. വൈ വാസ് ദ ഫ്രോഗ് ലോഫിങ്? എന്തിനായിരിക്കും ഫ്രോഗ് ചിരിച്ചിട്ടുണ്ടായിരിക്കുക? ലെറ്റ്സ് സീ. The ant, the butterfly, the mouse, the sparrow and the rabbit looked at one another. അല്ലേ, ആൻറ്റും ബട്ടർഫ്ലൈയും മൗസും സ്പാരോയും റാബിറ്റും ഒക്കെ പരസ്പരം നോക്കി. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. പിന്നെ അവരെന്ത് നോക്കി? മഷ്റൂം, കൂണിനെ നോക്കി. ആൻഡ് സഡൻലി, പെട്ടെന്നാണ് ദേ നോട്ടീസ്ഡ് സംതിങ്. അവർ ചിലത് ശ്രദ്ധിച്ചത്. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. മഷ്റൂം വലുതായിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? എന്തായിരിക്കും മഴ പെയ്തപ്പോൾ മഷ്റൂമിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ദ മഷ്റൂം ഗ്രോൺ അപ്പ് അല്ലേ. മഷ്റൂം മഴ പെയ്തപ്പോൾ വളർന്നു, വലുതായി അല്ലേ, ബിഗായി. അതുകൊണ്ടാണ് എല്ലാവർക്കും അവിടെ സ്പേസ് കിട്ടിയത് അല്ലേ. അതാണ് സംഭവിച്ചത്. എന്താണ്? ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. മഷ്റൂം വളർന്നു. ഇനി ബണ്ണീസ് അംബർല. ലുക്ക് അറ്റ് ദ പിക്ചർ. Raindrops falling from the sky, a mushroom standing tall and dry, the bunny hopes and hides below, safe from rain and wind that blows. Thank you, mushroom big and white, you are a perfect spot to hide. With a hope, the bunny has gone dry and happy moving on. എന്താണ്? റെയിൻ ഡ്രോപ്പ് താഴേക്ക് ആകാശത്ത് നിന്നും വീഴുകയാണ് അല്ലേ. മഷ്റൂം അവിടെ നിൽക്കുന്നുണ്ട്, ടോൾ ആൻഡ് ഡ്രൈ. ദ ബണ്ണി ഹോപ്സ് ഹൈഡ് ബിലോ അല്ലേ. ബണ്ണി എന്താണ്? മുയൽ കരുതിയത് എന്താ? അതിൻ്റെ താഴെ പോയി ഒളിക്കാം അല്ലേ. ദ ബണ്ണി ഹോപ്പ് ആൻഡ് ഹൈഡ്സ് ബിലോ, സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ് അല്ലേ. റെയിനിൽ നിന്നും കാറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കും. താങ്ക് യു മഷ്റൂം. മഷ്റൂമിനോട് താങ്ക് യു പറയാണ് അല്ലേ. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സോങ്ങാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് സിംഗ്. നിങ്ങൾ ഒരുമിച്ച് സിംഗ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, സെലക്ട് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ദ പിക്ചർ
അല്ലേ? ഓരോ പിക്ചറിനും സ്യൂട്ടായിട്ടുള്ളത് സെൻറ്റൻസ് നോക്കിയിട്ട് താഴെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? അതിൻ്റെ താഴെയുണ്ട് ദ സ്പാരോ പ്ലെഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം, ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം, ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ, look the mushroom has grown up, a rabbit ran towards the mushroom, the ant made the mushroom on umbrella. അല്ലേ? അത് നോക്കിയിട്ട് കറക്റ്റ് പിക്ചറിന് താഴെ ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ആദ്യത്തെ പിക്ചർ എന്താണ്? ദ ആൻഡ് മെയ്ഡ് ദ മഷ്റൂം എന്താണ്? ആൻ അംബർല അല്ലേ? രണ്ടാമത്തെ ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. തേർഡ് എന്താണ്? ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. ഫോർത്ത് ദ സ്പാരോ പ്ലെഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം അല്ലേ? ഫിഫ്ത്ത് എന്താണ് വരിക? ചിത്രം കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് അവിടെ തന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് അതിൻ്റെ എടുത്ത് എഴുതാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് വേണം എഴുതാൻ. എ റാബിറ്റ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. ലാസ്റ്റ് വണ്ണോ? ലുക്ക് ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ് അല്ലേ? ഗ്രോൺ അപ്പ് എന്നും കൂടി അവിടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും അതിൻ്റെ വരുന്ന പഠന പ്രവർത്തനങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ കമൻ്റ് ഒക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.